പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ഇത്തവണ എൻ്റെ മുന്നിൽ ആളുകൾ കുറച്ച് കൂടുതലുണ്ട്. അത് രണ്ട് രീതിയിൽ പറയാം. കെയർ ഹോമിൻ്റെ വിജയമാണ്. മറ്റൊരു രീതിയിൽ കൂടുതൽ ആളുകൾക്ക് രോഗമൊക്കെ വരുന്നു എന്നുള്ളൊരു പേടി തോന്നുന്നു. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എനിക്കിവിടെ വരാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്കിവിടെ വരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത്, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇവിടെ എൻ്റെ വീട്, ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് 3 മിനിറ്റ് അടുത്തോട്ട് വരാൻ, അത്ര അടുത്താണ് എൻ്റെ വീട്. ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് കെയർ ഹോമില്ല, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്റർ, ചെവായ കുഷ്ഠരോഗ ആശുപത്രി, വെള്ളിമാടുകളിലെ അനാഥാമന്ദിരം, വൃദ്ധസദനം, ഇവിടെയൊക്കെയായിരുന്നു ഞാൻ പോയിരുന്നത്. എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ ചെലവഴിച്ചിരുന്നത് വേദന അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയായിരുന്നു. എനിക്കത് ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കോഴിക്കോട്ടേക്കുള്ള വരവ് വളരെ കുറഞ്ഞു. ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇഷ്ടം കോഴിക്കോടിനോടാണ്. അത് 2ാം കെട്ടിലുണ്ടായതാണ് കൊച്ചി. ആദ്യത്തെ പെണ്ണ് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് വരുമ്പോൾ കിട്ടുന്ന ആളുകളുടെ സ്നേഹവും ആരാധനയും, ഇവിടുന്ന് കിട്ടുന്ന ഭക്ഷണവും, എൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളത്തിൽ നിന്ന് കോരി കുളിക്കുമ്പോഴുള്ള സുഖം, ഇതൊന്നും എറണാകുളത്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ജീവിക്കാൻ, എൻ്റെ കല എന്ന മേഖലയ്ക്ക് ജീവിക്കാൻ ഇപ്പം എറണാകുളത്ത് നിന്നേ പറ്റും. മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങിയ എല്ലാ താരങ്ങളും എറണാകുളത്താണ്. എന്നാണ് ഡാം പൊട്ടി ഞങ്ങളൊക്കെ ഒഴുകി ഇങ്ങോട്ട് വരികയെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഭീതിയുണ്ട്. എന്നിട്ടും അവിടെ നിൽക്കുകയാണ് എല്ലാവരും. ഇപ്പം അവിടെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. കൊച്ചിയിലും പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പല സെൻ്ററുകളിലും ഞാൻ പോയിട്ട് ഒരുപാട് നേരം പലരുടെ കൂടെയും ചെലവഴിക്കാറുണ്ട്. ഇതൊരു അവസ്ഥയാണ്, ആരെയും കുറ്റപ്പെടുത്താനാവില്ല. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന വീൽ ചെയറിലിരിക്കുന്ന ഒരു 7 പേര്, ഇവരൊരിക്കലും വീൽ ചെയറിലിരിക്കേണ്ടവരല്ല, അവരങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ വിധി, ചില നിമിത്തങ്ങൾ, ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ ആവും. എനിക്ക് 2 ചേട്ടന്മാരാണ്. അതിലൊരു ചേട്ടനൊരു കാലില്ല, കാലുണ്ടായിരുന്നു. ആ കാലുകൊണ്ട് ചേട്ടൻ ഓടിച്ചാടി നടന്ന് സ്പോർട്സിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയ ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ്റെ കൂടെ നടന്നാലും ഓടിയാലും എത്തൂല, അത്രയും സ്പീഡിലായിരുന്നു ചേട്ടൻ നടക്കുക. ഒരു നിസ്സാര കാര്യം കൊണ്ട് ചേട്ടൻ്റെ കാല് മുറിക്കേണ്ടി വന്നു. ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് ഒരു വെപ്പ് കാലുമായിട്ട് ചേട്ടൻ ബുദ്ധിമുട്ടി നടക്കുമ്പം ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പും ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. ചേട്ടൻ്റെ വീട് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വേദന, ചേട്ടൻ്റെ മക്കളുടെ വേദന, ചേട്ടൻ്റെ ഭാര്യയുടെ വേദനയൊക്കെ എനിക്കറിയാം. ഒരവയവം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വിഷമം. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നവർ പലരും സ്വന്തമായിട്ട് നടക്കാൻ പ്രയാസമുള്ളവരാണ്, എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. എല്ലാത്തിനും ഒരു വഴി പടച്ചോൻ കാട്ടിത്തരും എന്ന പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകളില്ലെങ്കിൽ മനുഷ്യനില്ല. നാളെ നേരം വെളുക്കും എന്ന പ്രതീക്ഷയാണ് നമുക്ക്. ഇപ്പം ഇന്നലെ പാലക്കാട് 4 കുട്ടികൾ മരിച്ചു. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. അവർ പതിവ് പോലെ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിച്ചു, ഡ്രസ്സൊക്കെ മാറി, ഉമ്മ ഒരുക്കി കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു, പരീക്ഷ എഴുതാൻ പോയതാണ്. പരീക്ഷ കഴിഞ്ഞ്
അതിൻ്റെ തമാശകളും പറഞ്ഞ് റോഡരികിലൂടെ നടന്നു വരുന്ന കുട്ടികളുടെ മുകളിലേക്ക് ഒരു സിമൻ്റ് ലോറി വന്ന് വീഴുകയാണ്. ദൈവം എത്ര ക്രൂരനാണെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണിത്. ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ കണ്ണീര് ഇനി എന്നാണ് പറ്റുന്നത്? ഒരു രോഗം ബാധിച്ചിട്ട് കുട്ടി മരിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും സഹിക്കും. പക്ഷേ ഇത് റോഡിൽ കൂടെയല്ല കുട്ടികൾ നടന്നത്, റോഡരികിലൂടെയാണ് നടന്നത്. ഒന്നെങ്കിൽ ആ ലോറി അടിച്ച ഡ്രൈവറുടെ അശ്രദ്ധ, അല്ലെങ്കിൽ മഴ പെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിൽ വന്ന ഒരു അപാകത കാരണം എന്തായാലും 4 കുട്ടികളുടെ ജീവനാണ് പോയത്. നമ്മളാരും ആ കുട്ടികളെ കണ്ടിട്ടില്ല, നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ വല്ലാതെ പെടഞ്ഞു ആ കുട്ടികൾക്ക് വേണ്ടി ഇന്നലെയൊക്കെ. മിഞ്ഞാന്ന് രാത്രി മുതൽ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഭയങ്കര വിഷമമായിരുന്നു. നമുക്കത്രയും വിഷമം ഉണ്ടാകുമ്പം ആ വീട്ടുകാരുടെ വിഷമം എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്? ഇങ്ങനെയാണ് ലോകം. നാളെ നമ്മൾ ആരെങ്കിലും ഉണ്ടോ എന്നൊരു നിശ്ചയമില്ല. കൊറോണ എന്ന ഒരു രോഗം നമ്മുടെ നാട്ടിൽ വരുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. പ്രളയം വന്ന് നമ്മുടെ ഒരുപാട് പേര് മരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നു കേരളം. നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്നു, കേരളം പോലെ ഇത്രയും സുന്ദരമായൊരു നാടില്ല. അതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. മറ്റ് എത്ര സ്റ്റേറ്റുകളുണ്ട് ഇന്ത്യയിൽ? ആ സ്റ്റേറ്റുകളെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആന്ധ്രയിൽ നിന്നും പിന്നെ ഒറീസയിൽ നിന്നൊക്കെ ആളുകൾ നമ്മുടെ വീട്ടിലെ ലെറ്ററുമായിട്ട് വരും. ഒരു അമ്മ ഒക്കത്തൊരു കുട്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ കൊടുങ്കാറ്റ് വന്നു, ഞങ്ങളുടെ വീടൊക്കെ പറന്നുപോയി, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ സഹായിക്കണം, പഴയ തുണി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവർക്കൊരു 10 രൂപ കൊടുക്കും, വീട്ടിൽ ആ പഴയ തുണിയൊക്കെ എടുത്ത് കൊടുക്കും. സങ്കടമായിരുന്നു നമുക്ക്. അങ്ങനത്തെ നമ്മുടെ നാട്ടിലും പ്രളയം വന്നു. ഒരുപാട് അമ്മമാരുടെ കുടിയിടം നഷ്ടമായി, ഒരുപാട് ജീവൻ പൊലിഞ്ഞു. അപ്പോൾ വയനാട്ടിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയ ആളുകളായിരുന്നു. അത്രയും പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോയില്ലേ? എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാവുമായിരുന്നു അവർക്ക്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ രോഗമൊക്കെ നിസ്സാരമാണ്. ഇതൊക്കെ മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ നോക്കി അവർ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ മരുന്ന് കഴിച്ച് എക്സസൈസ് ചെയ്ത് അവർ പറയുന്ന പഥ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് മുന്നേറുമ്പോൾ ഇതിനൊക്കെ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം. എപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാവൂ, എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെക്കാട്ടും പ്രശ്നമുള്ള ആൾ അപ്പുറത്തുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പം നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ്. കുട്ടികൾക്കെന്നല്ല, ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നൊരു അധ്യാപകനും കൂടിയാണ്. ഇപ്പോൾ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ചില കുട്ടികൾ വീട്ടിൽ TV ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരോട് ശാഠ്യം പിടിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കും, മോനെ അപ്പുറത്തെ ഷാനിദിൻ്റെ വീട്ടിൽ റേഡിയോ പോലും ഇല്ലല്ലോ മോനെ. നമ്മുടെ വീട്ടിൽ റേഡിയോ ഇല്ലേ? TV വാങ്ങാൻ ഇപ്പം അച്ഛൻ്റെ കയ്യിൽ കാശില്ലാണ്ടല്ലേ. ഇപ്പോൾ റേഡിയോ ഇല്ലാത്ത ഷാനിദിൻ്റെ വീട്ടിലെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുമ്പം കുട്ടി കണക്ട് ചെയ്യും. ശരിയാ, എൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്, അവൻ്റെ വീട്ടിൽ റേഡിയോ പോലും ഇല്ല. അപ്പോഴാണ് കുട്ടികൾ ആ സത്യം മനസ്സിലാക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ കാലവും രോഗികളൊന്നായിട്ട് ഇരിക്കില്ല നമ്മൾ. പെട്ടെന്ന് അതൊക്കെ മാറി ചില മാറാ രോഗങ്ങൾ മാത്രമാണ് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം എന്തായാലും ഈ കെയർ ഹോം എന്ന് പറയുന്ന ഈ സ്ഥാപനം, കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരാളെ കെയർ ചെയ്യണം. കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിട്ട് പിടിക്കുകയാണ് ഒരാളെ. അതിൻ്റെ ഒരു ഹോമാണ്, വീടാണ്, ചേർത്ത് പിടിക്കുന്ന വീടാണത്. ദുരിതം അനുഭവിക്കുന്നവർ, നമ്മുടെ ഈ നാട്ടിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമത അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം, ഒരു വീട്, അതാണ് കെയർ ഹോം. ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ റൂമുകളൊക്കെ വളരെ മനോഹരമായിട്ട് പണിതിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്നു, തിരിച്ച് നിങ്ങളവിടെ കൊണ്ടാക്കുന്നു. ഈ ഒരു സംവിധാനം
ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണിത് ഉണ്ടായത്. അപ്പം അതുണ്ടാക്കിയ ആളുകളോട് നമുക്കൊരുപാട് കടപ്പാടുണ്ട്, എനിക്കും ഉണ്ട്. കാരണം കാശുള്ള ആളുകൾ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അവിടുത്തെ റൂമിൽ ഒരു ദിവസം 2000-3000 രൂപ റെൻ്റൊക്കെ കൊടുത്തിട്ട് ആ റൂമിൽ നിന്ന് 5 ലക്ഷത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവർ പോവും, അവരുടെ കയ്യിൽ കാശുണ്ട്. പക്ഷേ കാശില്ലാത്ത ആളുകൾ എന്തു ചെയ്യും? അവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, ക്യൂ നിൽക്കണം, കാത്തിരിക്കണം, ചെല്ലുമ്പോഴേക്കൊന്നും ഓപ്പറേഷൻ കിട്ടില്ല. എന്നാലും അവിടെ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് താമസിക്കാൻ സ്ഥലമില്ല, നമുക്ക് റൂം എടുക്കാൻ കാശില്ല. അപ്പോഴാണ് കെയർ ഹോം നമ്മുടെ മുന്നിൽ വരുന്നത്. ഞങ്ങളുണ്ട്, ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, നിങ്ങൾക്ക് പാർപ്പിടം തരാം, നിങ്ങൾക്ക് വേണ്ട പരിചരണം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കെയർ ഹോം വന്നിരിക്കുന്നത്. ഇത്ര മനോഹരമായൊരു കെട്ടിടം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പൂപ്പറിച്ച് നടന്ന നാടാണിത്. ഞാൻ ആദ്യം താമസിച്ചത് ഇവിടെ തൊട്ടടുത്തായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായിരുന്നേ. അപ്പോൾ ഇവിടെ കുറേ ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഇതിലെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക. അന്ന് ഈ ബിൽഡിംഗ് ഒന്നുമില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ പൂക്കൾ പറിക്കും, അരിപ്പൂവും തുമ്പപ്പൂവും ചെമ്പരത്തിയൊക്കെ പറിച്ച് ഓണത്തിനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലമാണ് എനിക്ക് ഓർമ്മ. കാലങ്ങൾ മാറിയപ്പോൾ ഇവിടെ മനോഹരമായൊരു കെട്ടിടം വന്നു. ആ കെട്ടിടത്തിന് കെയർ ഹോം എന്ന പേര് വന്നു. അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ വന്നു. ഈ കെയർ ഹോം ഇങ്ങനെ ആവണമെങ്കിൽ, ഇത്രയും മനോഹരമായൊരു ബിൽഡിംഗ് കെട്ടിയെടുക്കണമെങ്കിൽ അതിനൊരുപാട് ചിലവുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ വീൽ ചെയറുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന വീൽ ചെയറുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. ഈ വീൽ ചെയറൊക്കെ ഇവിടെ എങ്ങനെ എത്തുന്നു? ഇത്രയും മനോഹരമായൊരു ബിൽഡിംഗ് ഇവിടെ എങ്ങനെ പണിതു? ഇവിടെ നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണം എങ്ങനെ തരുന്നു എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരുപാട് സുമനസ്സുകളുടെ കാരുണ്യമാണത്. വിദേശത്തുള്ള ഗൾഫ് നാടുകളിലും നമ്മുടെ നാട്ടിലുമുള്ള ഒരുപാട് ആളുകൾ, ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നന്മയുള്ള ആളുകൾ ചാരിറ്റി ചെയ്യും. അപ്പോൾ നോമ്പ് കാലത്ത് മാത്രമൊന്നുമല്ല ചാരിറ്റി സഹായം ചെയ്യേണ്ടത്, എല്ലാ കാലത്തും സഹായം ചെയ്യണം. എവിടെ വിഷമം തോന്നുന്നു അവിടെ നമ്മളെ കൊണ്ടാവുന്ന അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വായിച്ചില്ലേ, സൗദി അറേബ്യയിൽ ജയിലിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഫറൂഖിലാണ് അവൻ്റെ വീട്. അവനവിടെ പോയി 2 മാസമേ അവൻ ജോലി ചെയ്തിട്ടുള്ളൂ. ഒരു അറബിയുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു അവൻ. ആ അറബിയുടെ മന്ദബുദ്ധിയായൊരു മകനുണ്ട്. ആ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അവൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അവനെ വീട്ടിൽ കൊണ്ടാക്കുക, ഇതായിരുന്നു അവൻ്റെ ജോലി. ആ മകൻ വലിയ കുട്ടിയാണ്, അവൻ ഭയങ്കര അക്രമിയാണ്. അവൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവനെ ആക്രമിക്കും, ഇവനെ അടിക്കും, ഇവൻ്റെ മേലേക്ക് തുപ്പും ഒക്കെ ചെയ്യും. എന്നിട്ടും അവൻ സഹിച്ച് പുറത്ത് അവിടെ ഡ്രൈവറായിട്ട് നിന്നു. കാശ് കിട്ടുമല്ലോ മാസം കൂടുമ്പോൾ. വീട്ടിലേക്ക് വിളിച്ചാൽ അവൻ്റെ ഉമ്മയോടും അവൻ്റെ ഇക്കാക്കമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇക്കാക്ക ഇങ്ങനെയാണ്, ആ ചെക്കനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന പണിയാണ് എനിക്ക്, വേറെ ഒരു പണിയില്ല. പക്ഷേ ആ ചെക്കനെ കൊണ്ടുപോകണത് വേറെ ആരും കൂടെ വരില്ല, ആ ചെക്കൻ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ പറയും, ഈ കടിച്ച് പിടിച്ച് നിൽക്ക് മോനെ, നമുക്ക് കടക്കെ വീട്ടണ്ടേ. അങ്ങനെ നിന്നതാണ്. ഒരു ദിവസത്തെ യാത്രയിൽ അവൻ്റെ മൂക്കിൽ ഒരു ട്യൂബ് ഇട്ടിരുന്നു. ഇവനെന്തോ അക്രമം ചെയ്ത സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചെറുപ്പക്കാരൻ. ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവനെ തടഞ്ഞതാണ്. എന്നെ തല്ലല്ലേ എന്നവനെ തടഞ്ഞ സമയത്ത് അവൻ്റെ മൂക്കിലെ ട്യൂബ് വിട്ടുപോകുന്നു. പുറകു സീറ്റിലിരുന്ന് ഈ പയ്യൻ മരിച്ചു പോകുന്നു. അവൻ കൊന്നതല്ല, അവന് കൊല്ലാൻ സാധിക്കില്ല. കുട്ടി മരിച്ചപ്പം കുട്ടിയുടെ വീട്ടുകാർ കേസ് കൊടുത്തു ആ പയ്യൻ്റെ പേരിൽ, അവൻ കൊന്നതാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് സൗദി ജയിലിൽ ഈ ചെറുപ്പക്കാരനെ പിടിച്ചിട്ടത് വർഷങ്ങളോളം. അവൻ തെറ്റുകാരനല്ല എന്ന് അവൻ അറിയുന്ന ഭാഷയിൽ പറയുന്നു നോക്കി. പക്ഷെ അവസാനം പല മലയാളികളും ഇടപെട്ട് അവൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. അപ്പം മരിച്ച പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞ് അവർക്ക് കാശ് വേണം, കാശ് തന്നാൽ ഞങ്ങൾ അവനെ വിട്ടുകൊടുക്കാം.
എത്രയാണ് കാശ് ചോദിച്ചതെന്നറിയോ? കോടികളാണ് ചോദിച്ചത്. കോടികൾ ഒരു കണക്ക് പറഞ്ഞു. അത്രയും തന്നാൽ ഞങ്ങളുടെ മകൻ്റെ വിലയാണത്. ആ വില തന്നാൽ ഇവനെ തൂക്കിലേറ്റാതെ അവന് വിട്ടുതരാം, അവൻ്റെ കഴുത്തറക്കാതെ വിട്ടുതരാം എന്ന്. ഈ വിവരമറിഞ്ഞ മലയാളികൾ സ്വരൂപിച്ചു. അവർ പറഞ്ഞ കോടി അവിടെ എത്തിച്ചു. അതാണ് ചാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ്റെ ഉമ്മയുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ ഉമ്മയ്ക്ക് ഇനി കണ്ണുനീരില്ലായിരുന്നു. ഞാൻ ചെന്ന ദിവസം ഉമ്മയ്ക്ക് കണ്ണീരില്ല, പറ്റിപ്പോയത്രേ. കരഞ്ഞ് എൻ്റെ മകൻ എന്താവും എന്ന് വിഷമിച്ചിട്ട്. അപ്പം പലരും സഹായിച്ചപ്പം പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ സൗദി ഗവൺമെൻറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും കോടി രൂപ അവിടെ കൊണ്ട് കൊടുത്തു. അവനെ ഇവിടെ നിന്ന് മോചിതനാക്കാനുള്ള ശ്രമം വന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ കെയർ ഹോമിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് കൈകോർക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ചിലരുടെ നല്ല മനസ്സാണ്. അങ്ങനത്തെ മനസ്സ് പലർക്കും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ എല്ലാവരും ഹാപ്പിയല്ലേ? എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ നടത്തിപ്പിനെ കുറിച്ച് പലപ്പോഴും എനിക്ക് വിവരം കിട്ടാറുണ്ട്. ഇവിടുത്തെ ഫൈസൽ എൻ്റെ ഒരു കളിക്കൂട്ടുകാരനാണ്. ഫൈസലാണ് എന്നെ ഈ സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഫൈസൽ എപ്പോഴും ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്നോട് പറയും. ഈ അടുത്തും എന്നെ വിളിച്ചപ്പോൾ ഇനി എന്നാണ് വിനോദേട്ടൻ കോഴിക്കോട് വരുന്നത്, അന്ന് സ്ഥാപനത്തിൽ ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇന്ന് ഞാൻ വരുന്നുണ്ട്, അപ്പോൾ ഞാനൊരു മണിക്കൂർ ഞാനങ്ങോട്ട് വരാം. ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു പ്രോഗ്രാമുണ്ട്. അവിടെ ഞാൻ ഉദ്ഘാടകനാണ്. രാവിലെയും ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിൽ. ഇപ്പം നിങ്ങളുടെ കൂടെ. നാളെ ഞാൻ രാവിലെ കൊച്ചിക്ക് പോകും. കലാകാരനായിട്ട് ജീവിക്കുന്നതിൽ ഒരുപാട് സന്തോഷം കാണുന്നു ഞാൻ. ഇപ്പം നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും എന്നെ മൂസക്കായി എന്ന് വിളിക്കും. കുറേ ആൾക്കാർ എന്നെ മൊയ്തുക്കാന്ന് വിളിക്കും. വിനോദെന്ന് വിളിക്കുന്നത് വളരെ അപൂർവമാണ്. എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് MAT മൂസയിലെ മൂസ എന്ന കഥാപാത്രം, മറിമായത്തിലെ മൊയ്തു എന്ന കഥാപാത്രവും. ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ കഥാപാത്രങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ടാണ് MAT മൂസ എന്ന പരിപാടി നിർത്തിയിട്ട് ഇപ്പോൾ 8 വർഷമായി. 8 വർഷമായി ആ പരിപാടി നിർത്തിയിട്ട്. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസയും പാത്തും പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ അങ്ങാടി കൂടെ കാർ ഓടിച്ച് വരുമ്പോൾ ഓരോ കട മൂസക്കയ്യേ എങ്ങോട്ടാണ് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. വിനോദേട്ടാ വിനോദ എന്നുള്ള വിളിയൊക്കെ പോയി. എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് പിന്നെ ചില അമ്പലങ്ങളിൽ കയറ്റാറില്ല. അങ്ങനെയുണ്ട്. ഇപ്പോഴും ഞാൻ മുസൽമാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാത്തുവിൻ്റെ സ്വന്തം ഭാര്യയാണെന്ന് വിശ്വസിച്ച ആളുകളും ഉണ്ട്. ഒരുപാട് കഥകളുണ്ട് ഇതിന് പിന്നിൽ. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം. പുസ്തകത്തിൻ്റെ പേര് വിനോദയാത്ര. എൻ്റെ യാത്രയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ കലാരംഗത്തുണ്ട്. ഈ കലയിൽ നിന്ന് എനിക്കുണ്ടായ കുറേ അനുഭവങ്ങൾ, കൈപ്പേറിയതും വത്തിരിക്കുന്നതുമായ കുറേ അനുഭവങ്ങളാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ MP ആയ അബ്ദുൽ സമദ് സമദാനിയാണ്. അദ്ദേഹം ആ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പം എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടി. ഇത്രയൊക്കെ മനോഹരമാണ് ആ പുസ്തകമെന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തെ പോലെ ഒരു വാഗ്മിയാണ് അദ്ദേഹം. ഒരുപാട് വായനാ സമ്പത്തുള്ള ഒരാളാണ് അദ്ദേഹവും. കാരശ്ശേരി മാഷും ജോയ് മാത്യു, ഇവർ 3 പേരും ആ ചടങ്ങിനുണ്ടായിരുന്നു. 3 പേരും ആ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഇപ്പോൾ ആ പുസ്തകം ഒരുപാട് പേര് വായിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം ഷാർജയിൽ ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവമുണ്ട്. അവിടെയും ഞാൻ പോയി എൻ്റെ പുസ്തകം അവിടെയും പ്രകാശനം ചെയ്തു. ഈ പുസ്തകത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ കോഴിക്കോട് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ഞാൻ പോയപ്പം എനിക്കുണ്ടായ 2 അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. സിനിമാ രംഗത്തു നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങൾ, മൂസക്കായി മാറിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ രസകരമായ അനുഭവങ്ങൾ, ഇതെല്ലാം ഞാൻ ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എനിക്ക് വലിയൊരു നേട്ടമാണ് ആ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ. ഇത്രയും കാലം
ഞാനൊരു കലാകാരനാണ്, അത്യാവശ്യം പാട്ടൊക്കെ പാടും, പിന്നെ സാമൂഹ്യ പ്രവർത്തകനാണ്, മോട്ടിവേഷൻ സ്പീക്കറാണെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരനും കൂടിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഇങ്ങനൊരു കലാകാരനായിട്ട് തന്നെ ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതും കോഴിക്കോട് തന്നെ ജനിക്കണം, വേറെ എവിടെയും പോകണ്ട. കാരണം ഈ നാടിനെ പോലെ സുന്ദരമായൊരു നാട് വേറെ ഇല്ല. ഇവിടുത്തെ ജനങ്ങളെപ്പോലെ സ്നേഹമുള്ള മനുഷ്യർ വേറെ എവിടെയില്ല. നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ ഒരു ബിരിയാണി വേറെ എവിടെയും കിട്ടില്ല. എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്ന പലരും പറയാറുണ്ട്, കോഴിക്കോട് വരണ വിനോദയെ നല്ല ബിരിയാണി കഴിക്കാൻ, കോഴിക്കോട് വരണ വിനോദയെ നല്ല ഓട്ടോറിക്ഷക്കാരെ കാണാൻ, കോഴിക്കോട് വരണ വിനോദയെ നല്ല മനുഷ്യന്മാരെ കാണാൻ എന്നവർ പറയുമ്പം നമുക്ക് അഭിമാനമാണ്. എൻ്റെ നാടിനെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്. MAT മൂസയ്ക്ക് ശേഷം പാത്തു ഇപ്പോൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തി. പാത്തു ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് ഇപ്പോൾ മൂസക്കായനൊക്കെ മറന്നു പാത്തു ശരിക്കും. ഓക്കിപ്പോൾ നമ്മളൊന്നും വേണ്ട. ഓക്കിപ്പോൾ ടൊവിനോ തോമസൊക്കെ ആണ് ഓളെ ആൾ. നിങ്ങൾക്ക് ഹൈറ്റും ഇല്ല, നിങ്ങളെല്ലാം കൂടി കുറുവത്തൊക്കെ പോലെ ഉണ്ടെന്നൊക്കെയാണ് ഓൾ പറയുന്നത്. ആണുങ്ങളാണെങ്കിൽ കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ വേണോ. അങ്ങനെ ഇപ്പോൾ ടൊവിനോൻ്റെ കൂടെയൊക്കെയാണ്. പിന്നെ എൻ്റെ മോളായിട്ട് അഭിനയിച്ച മോള് ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആട്ടോ. അവളെ വിമാനത്തിലാണ് ജോലി ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ മോളെയും കൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്തപ്പം എയർ ഹോസ്റ്റസുമാരെ കണ്ടപ്പോൾ എൻ്റെ മോക്കൊരു പൂതി, ഓക്കും എയർ ഹോസ്റ്റസ് ആവണമെന്ന്. ഞാനാണ് അവളെ ആ കോഴ്സിന് കൊണ്ടാക്കുന്നത്. ഇന്നോള് എന്നും മാനത്തോടെ പാറി നടക്കുകയാണ്. അവൾ ഏറ്റവും കൂടുതൽ മോഹിക്കുന്നത് അവൾ ജോലി ചെയ്യുന്ന വിമാനത്തിൽ ഒരു ദിവസം ഞാനും പാത്തും കയറി ചെല്ലണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതെന്തെങ്കിലും നടക്കുമായിരിക്കും. മോനിപ്പോൾ ദുബായിലാണ്. മോനവിടെ ജോലിയും കുറേ പരിപാടികളൊക്കെ ആയിട്ട് അവിടെയും കൂടുന്നു. റസിയയും റിസ്വാനും. പാത്തു അങ്ങനെ. മൂസക്കായി ഇപ്പോഴും പഴയ മീൻ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അല്ല, സത്യം പറയാം, എനിക്ക് മീൻ കച്ചവടം ഉണ്ട് ഇവിടെ പാലാഴിയിൽ. ഞാൻ സ്വന്തമായിട്ടൊരു മീൻ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല മീൻ കിട്ടും അവിടെ, അതും കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഒരു 5 വർഷമായിട്ട് അത് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മീൻ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭവും കലാപരിപാടിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ജീവിച്ച് പോവുകയാണ്. മലപ്പുറത്ത് ഞാനൊരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പം ഞാനതെൻ്റെ പുസ്തകത്തിൽ എഴുതിയൊരു അനുഭവമാണ്. ഇപ്പം എനിക്കെന്തോ നിങ്ങളോട് പറയണം തോന്നി. മലപ്പുറത്ത് ഞാനൊരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ പലരും എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കണോ. അവിടെയൊക്കെ വിവരം അറിഞ്ഞു മൂസക്കായി വന്നിട്ടുണ്ട് നമ്മളെ നാട്ടിൽ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോൾ പല പേരെയൊന്നും പെണ്ണുങ്ങളൊക്കെ കുളിച്ചൊരുങ്ങി എൻ്റെ അടുത്ത് വന്ന് പലരും ഫോട്ടോ എടുത്ത് പോയി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് ഓൻ പോണില്ല. ഓൻ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. അപ്പം ഞാൻ കസേരയിൽ നിന്ന് എൻ്റെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ച്, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടേന്ന് ചോദിച്ചു. എൻ്റെ അടുത്തുള്ള ചെയറിൽ ഞാൻ മറ്റേ ഇരുന്ന് നിങ്ങൾ തിരക്കിലല്ലെങ്കിൽ ഞങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്താ? എൻ്റെ ഉമ്മക്ക് എന്നെക്കാട്ടും ഇഷ്ടം കളയാ. ആദ്യം പറയുന്നത് അതാ. ഒരു ചെറുപ്പക്കാരൻ മീശയും താടിയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മക്ക് എന്നെക്കാട്ടും ഇഷ്ടം കളയാ. ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ? എനിക്കറിയില്ല. MAT മൂസ വരുന്ന വരെ എന്നേനി. MAT മൂസ വന്നതിന് ശേഷം ഇപ്പം നിങ്ങളെയാ. നിങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ പടച്ചോനാ. എൻ്റെ ഉമ്മ നിങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഉമ്മക്കുണ്ടല്ലോ നിങ്ങളോടുള്ള ഇഷ്ടം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും നിങ്ങളോട്. അങ്ങനെ ഞാൻ മൊബൈലൊക്കെ മാറ്റി വെച്ചു. എനിക്ക് രസമുള്ളൊരു സംസാരമല്ലേ, എന്നെ ഇത്രയും സ്നേഹിക്കുന്നൊരു ഉമ്മ. എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നോമ്പ് കാലത്ത് TV വെക്കരുത്, അത് ഉമ്മക്ക് ചേർന്നതല്ല. എന്നിട്ടിപ്പം നോമ്പ് കാലത്ത് അമ്മ TV വെക്കും ഉമ്മ. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഉമ്മ അറിയും MAT മൂസയൊക്കെ കാണാം, വേറൊന്നും കാണണ്ടാന്ന്. അത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ ഇഷ്ടമുള്ളൊരു ഉമ്മയാണ്. ഉമ്മേൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? മയ്യത്താണതിന് മുമ്പ് നിങ്ങളെ ഒന്ന് തൊടണമെന്ന് എന്നോട് പറഞ്ഞതാ. ഇത്രയും പറഞ്ഞു കേട്ടപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് നിൻ്റെ വീട്? വീട് ഇതെവിടെ അടുത്താ, നമുക്ക് വീട്ടിലൊന്ന് പോവാം, ആ ഉമ്മേനെ എനിക്കൊന്ന് കാണണോ. അല്ലോ നിങ്ങൾ വരുമോ? പിന്നെ എന്താ വന്നാൽ? അല്ല, എൻ്റെ കയ്യിൽ കാറില്ല, എൻ്റെ കയ്യിൽ ബൈക്കുള്ളൂ. ബൈക്കിന് മേലിരിക്കും ഞാൻ വരാം. അപ്പോൾ അവൻ പറഞ്ഞ്, സാറേ ഇപ്പം എൻ്റെ ഉമ്മ തളർന്ന് കിടക്കുക കേട്ടോ. എൻ്റെ ഉമ്മേൻ്റെ ഒരു ഭാഗം കുഴഞ്ഞു പോയി, പ്രഷർ കൂടിയതാ. എന്നിട്ടിപ്പോൾ ഒരു വർഷമായിട്ട് കിടപ്പാണ്. ആളേക്ക് മനസ്സിലാവും, ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷെ ഉമ്മ കിടപ്പാണ്. എന്നിട്ടിപ്പോൾ ഉമ്മ കിടക്കുന്ന റൂമിൽ TV ഇല്ല.
അപ്പോൾ MAT മൂസ തുടക്കാൻ നേരത്ത് എന്നെ ഭാര്യനെ വിളിച്ചിട്ട് പറയും, ഉറക്ക വെക്കുക മൂസക്കാരൻ്റെ ഒച്ചെങ്കിലും കേൾക്കട്ടെ എന്ന്. അപ്പോൾ നിങ്ങളെ ശബ്ദമെങ്കിലും കേട്ടാൽ മതി ഉമ്മയ്ക്ക് എന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ കയറി പോവുകയാണ്. പോകുമ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഞെട്ടുട്ടോ അപ്പം നിങ്ങളെ കണ്ടാൽ. ഉമ്മ അതിലേറെ ഞെട്ടു. എന്തൊക്കെയാ പെരയിലുണ്ടാവും പോണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി. കോളിംഗ് ബെല്ലടിച്ചു. ഭാര്യ വന്ന് വാതിൽ തുറന്ന ഉടനെ ഭാര്യ പടച്ച റബ്ബേ എന്നൊരു വിളിയാ എന്നെ കണ്ട ഉടനെ. അപ്പോൾ അവൻ പറഞ്ഞ്, മിണ്ടണ്ട, മൂസക്കായിയാണ്, ഉമ്മാനെ കാണാൻ വന്നതാ. ഞാൻ ഉമ്മേൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവൻ ആദ്യം ഉമ്മേൻ്റെ അടുത്ത് എത്തിയിട്ട് ഉമ്മയുടെ അരികിലിരുന്നിട്ട്, ഉമ്മ കണ്ണുറുക്കുമ്മ, ധാര വന്നു നോക്കിയുമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ എന്നെ കാണുന്നില്ല, ഞാൻ അവൻ്റെ പുറകിലാണ്. ആരാണ്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉമ്മ. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കി. അപ്പം ഞാൻ അവനെ തട്ടി, ഇങ്ങോട്ട് മാറിക്ക്. എന്നിട്ട് അവനെ മാറ്റിയിട്ട് അസ്സലാമു അലൈക്കും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. ആ ഇരുന്ന ഉടനെ ഈ ഉമ്മ സ്പ്രിങ് എന്നൊക്കെ വിട്ട മാറി ഇങ്ങോട്ട് പോന്നു. കിടക്കണ ഉമ്മ ഇങ്ങോട്ട് എണീട്ട് നിന്നെ അങ്ങോട്ട് പിടിച്ച്, എൻ്റെ പടച്ചോനെ ഞാൻ കിനാവ് കാണുകയാണോ ഫൈസലേയും ചോദിച്ചു. അപ്പോൾ ഫൈസൽ പറഞ്ഞു, കിനാവല്ല ഉമ്മ, നിങ്ങളെ മൂസക്കായിയാണത്. പിന്നെ എൻ്റെ മുഖത്തിങ്ങനെ ഉമ്മയുടെ 2 കൈയും എൻ്റെ കവിളിലിങ്ങനെ തലോട്, എൻ്റെ മുടി കൂടെ ഇങ്ങനെ തലോടുന്നു. എന്നിട്ട് മോനോട് ചോദിക്കുക, എവിടുന്ന് കിട്ടി മോനെ എന്ന്. എന്തോ സാധനം വീണിട്ടിയ മാരിയാ ചോദിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു, ഉമ്മ അവിടെ അടുത്ത് സിനിമേൻ്റെ ഷൂട്ടിംഗ് നടക്കേണ്ട, അവിടെ അഭിനയിക്കാൻ വന്നതാണ്. ഞാൻ നിങ്ങളെ കഥ പറഞ്ഞപ്പോൾ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് പോന്നാ. എൻ്റെ മോനെ എനിക്ക് പുണ്യം കിട്ടും, എനിക്കിനി മയ്യത്തായാലും വണ്ടിയില്ല എന്ന് പറഞ്ഞു ഉമ്മ. അപ്പം ഞാൻ ഉമ്മയെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളിപ്പോഴൊന്നും മയ്യത്താവില്ല. അപ്പം ഉണ്ട് ഈ ചെക്കൻ്റെ ഭാര്യ ഭയങ്കര കരച്ചിൽ. ഓള് തട്ടൊക്കെ എടുത്തിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കണം. ഞാൻ വെച്ചാൽ എന്തിനാണ് കരയണത്, സന്തോഷിക്കില്ല വേണ്ടത് ഞാൻ വന്നപ്പം. അപ്പോൾ ഓള് പറഞ്ഞ എന്താ അറിയോ, അതല്ല മൂസക്കായി, ഭക്ഷണം കൊടുക്കാനും ഗുളിക കൊടുക്കാനൊക്കെ ഞാനും ഉക്കാക്കയും കൂടി പിടിച്ച് പൊന്തിക്കലാ ഉമ്മേനെ. നിങ്ങളെ കണ്ടപ്പോൾ ഒറ്റ എണീറ്റ് പോന്നത് കണ്ടില്ലേ. വരും, അതൊരു ഊർജമാണ്. ഇഷ്ടപ്പെട്ട ആളുകളെ കാണുമ്പം ഒരു ശക്തിയൊക്കെ കിട്ടി അങ്ങോട്ട് വരും. സത്യത്തിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ 8 ദിവസം അവിടെ നിന്നിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ച ഓർമ്മകളൊന്നും എന്നിലില്ല. പക്ഷെ ആ ഉമ്മയുടെ അടുത്ത് പോയ ഓർമ്മ അത് വലിയൊരു ഓർമ്മയാണ്. ആ വീട്ടിൽ ഞാൻ ചിലവഴിച്ചൊരു 10 മിനിറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ആ ഉമ്മയെയും ഞാൻ മറക്കില്ല. ഇത്രത്തോളമൊക്കെ ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ്. ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ കഥ. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. മയ്യത്താവണതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞ 13 വയസ്സുള്ളൊരു മോളുണ്ട്, ഫാത്തിമ, ഇവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ഡോക്ടറോട് അവൾ അവസാനം പറഞ്ഞ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയും പറഞ്ഞത്, എനിക്ക് അവസാനമായിട്ട് മൂസക്കായിനെ ഒന്ന് കാണേണ്ടി. ആ ആഗ്രഹവും ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം വിനോദ് കോവൂരിനെ കാണണമെന്നല്ല കേട്ടോ പറയുന്നത്. മൂസക്കായി ആ മീൻകാരനെയാണ് കണ്ടത്. അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ നന്മയുണ്ട്. അയാൾ ചീത്ത മീൻ ആർക്കും കൊടുക്കില്ല, അയാൾ ആരെയും പറ്റിക്കുകയില്ല, അയാൾ ആരെയും ചതിക്കുകയില്ല, അയാളൊരു നിഷ്കളങ്കനാണ്, അയാൾ 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളെങ്കിൽ ആ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് അയാൾക്ക്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ മനസ്സിലാണ് ഈ മൂസക്കായി ജീവിക്കുന്നത്. ചില ഉമ്മമാരൊക്കെ പറയലുണ്ട്, വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, എനിക്ക് എല്ലാ പണിയെടുക്കാം, മക്കൾക്ക് 2 MAT മൂസൻ്റെ ഒരു 4 എപ്പിസോഡ് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, ഓരോ കണ്ടു കുത്തിരുന്നോളൂ, അത് മതി അവർക്ക്, വേറെ ഒന്നും കണ്ടാന്നൊക്കെ പറയുമ്പോൾ ഇതിൽ പരം സന്തോഷം പിന്നെ എന്താണ് അല്ലേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി.
കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. എല്ലാരും കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ചെറിയ മോളൊക്കെ കൈയടിക്കണുണ്ടോ? എല്ലാരും കൈയടിക്കണേ. ഓ ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അവൾ അമ്പലപ്പുഴ വേലയും കണ്ടേ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അവൾ അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. സന്തോഷം. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിൻ്റെയൊക്കെ ഇപ്പം നമ്മുടെ നാടാകെ മാറിയില്ലേ. പണ്ടത്തെ കേരളം അല്ലല്ലോ, പണ്ടത്തെ കോഴിക്കോട് അല്ല. ഇപ്പം പണ്ടൊക്കെ ഒരുപാട് നന്മയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പണ്ടൊക്കെ നമുക്ക് ഒരുപാട് ക്ഷമയുണ്ടായിരുന്നു. മൂത്തോര് പറഞ്ഞാലൊക്കെ നമ്മൾ കേൾക്കായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ മൂത്തോര് പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വല്ലാത്ത ചില ചിന്താഗതികളാണ്. എന്തെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉപദേശം കുട്ടിക്ക് ഇഷ്ടമല്ല. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ പല കുട്ടികളുടെയും മനോഭാവം എനിക്കറിയാം. ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയാണ്. ചില കുട്ടികളാണ്, വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ഉപദേശങ്ങൾ കേൾക്കുന്നതും മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നതും. അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞാൽ എന്താ പോയാൽ എന്ന് ചോദിക്കുന്ന പ്രകൃതമാണ് ഇന്നത്തെ കുട്ടികൾക്ക്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അങ്ങോട്ട് പോണ്ട കേട്ടോ, പോയില്ലേ അമ്മേ എന്ന് പറയുന്ന കുട്ടികളായിരുന്നു. കാലം ഒരുപാട് മാറി. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതോടെയാണ് എല്ലാ തകരാറും നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങിയത്. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡിവേഴ്സുകൾ നടക്കുന്നുണ്ട്. ആണും പെണ്ണും ബന്ധം ഏർപ്പെടുത്തുകയാണ് മൊബൈൽ ഫോൺ കാരണം. മൊബൈൽ ഫോൺ കാരണം കുട്ടികളുടെ ഭാവി അവതാളത്തിലാവുന്നുണ്ട്. കുട്ടികളുടെ മാത്രമല്ല, ഇപ്പം ഞാനും ഈ മൊബൈൽ ഫോണില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആളുകളൊക്കെ വിളിക്കുന്ന മൊബൈൽ ഫോണിലാണ്, പല കാര്യങ്ങളും വരുന്നത് മൊബൈൽ ഫോണിൽ. ഇതെടുത്ത് നോക്കണം, ഒരു ദിവസം 3 മണിക്കൂറിലധികം നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു.
പക്ഷെ നമുക്കിത് ഒഴിവാക്കാനും വയ്യ. ഇപ്പോൾ എല്ലാവരും ഭിക്ഷക്കാരുടെ കയ്യിൽ വരെ ഇപ്പോൾ മൊബൈൽ ഫോണാണ്, ഗൂഗിൾ പേ ചെയ്യാനേ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലം, പഴയ ആ നന്മയുള്ളൊരു കാലം, നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്നൊരു കാലം, പ്രളയം വന്നപ്പം, ആദ്യത്തെ പ്രളയം 2018 പ്രളയം, നമ്മുടെ നിലമ്പൂരൊക്കെ ഞാൻ പോയിരുന്നു. അവിടെയൊക്കെ ഞാൻ ചെന്നപ്പോൾ എത്രയോ ഉമ്മമാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട്, മൂസക്കായെ പോയി, മൂസക്കായെ പെരയും പോയി, ആധാരവും പോയി, മക്കളും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. വയനാട്ടിൽ ചൂരൽമലയിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ ആളുകളുടെ കഥ പറയണ്ട. എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ. അവിടെ ചൂരൽമലയിൽ ദുരന്തം നടന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം അവിടെ പലരെയും ക്യാമ്പുകൾ, സ്കൂളൊക്കെ ക്യാമ്പുകളാക്കി ക്യാമ്പുകളിൽ കൊണ്ട് എല്ലാവരെയും താമസിപ്പിച്ചു. അപ്പോൾ അവിടുത്തെ കലക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, വിനോദ് ഒന്നിവിടെ വരണം, ഇവിടുത്തെ കുട്ടികളൊക്കെ ഒരു മരവിപ്പിലാണ്, കുട്ടികൾക്കൊന്നും ചിരിക്കാൻ പോലും പറ്റുന്നില്ല, അവരെയൊക്കെ ഒന്ന് ആനന്ദിപ്പിക്കണം, അപ്പോൾ വിനോദ് ഒന്ന് വരൂ. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്നും ഞാൻ വയനാട്ടിൽ ചെന്നു. ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ പോയി എല്ലാ കുട്ടികളെയും വിളിച്ച്, ഞാനാണ് ചെന്നെന്ന് പറയുമ്പോൾ കുട്ടികളും കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നിരുന്നു. അവരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, കുറേ അവരെ സന്തോഷിപ്പിച്ചു. അവർക്ക് വേണ്ടി പാട്ടൊക്കെ പാടി. പാട്ടൊന്നും പാടാൻ പാടില്ല, ഇത്രയും ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ. പക്ഷേ ജീവിക്കുന്ന കുട്ടികൾ മരവിച്ചു പോകരുതല്ലോ, അവരാ മരവിപ്പിൽ നിന്നും മോചിപ്പിക്കണം, അതും നമ്മുടെ കടമയാണ്. അങ്ങനെ ഞാനവിടെ പോയി. അന്ന് അവിടുന്ന് ഒരു കുട്ടിയെ ഞാൻ സ്വന്തമാക്കി. നിങ്ങളൊക്കെ കണ്ടു കാണും, വയനാട്ടിൽ ദുരന്തം നടന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തി ആശുപത്രികളൊക്കെ സന്ദർശിച്ച സമയത്ത് ബാപ്പയും 2 ഇക്കാക്കമാരും ബാപ്പയുടെ ഉമ്മയും ബാപ്പയുടെ വാപ്പയും ഒക്കെ മരിച്ചുപോയൊരു ഫാമിലിയിൽ ഒരു ഉമ്മയും ഒരു കൊച്ചുമോളും മാത്രം അവശേഷിച്ചത്. ഈ മോളുടെ പ്രായമുള്ള ഒരു മോള്. ആ മോളെ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി എല്ലാവരെയും കാണുന്ന കൂട്ടത്തിൽ ആ കുട്ടിയെ പ്രധാനമന്ത്രി ഒന്ന് കയ്യിലെടുത്തു. ആ കുട്ടി പ്രധാനമന്ത്രിയോട് എന്തൊക്കെയോ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ താടിയൊക്കെ പിടിച്ച് വലിച്ചു, അയാളുടെ കണ്ണട പിടിച്ച് വലിച്ചു. അത് വലിയ വാർത്തയായിരുന്നു. പത്രത്തിലൊക്കെ വലിയ ഫോട്ടോ ഒക്കെ വന്നിരുന്നു. ഒരു കൊച്ചു മോളുടെ സ്നേഹം, പ്രധാനമന്ത്രി ആ കുട്ടിയെ ഓമനിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ. ഈ കുട്ടിയെ ഞാനും കണ്ടു. ഈ കുട്ടിയുടെ ഉമ്മയെ ഞാൻ കണ്ടു. ആ ഉമ്മയുടെ കണ്ണ് കരഞ്ഞ് കരഞ്ഞ് വീർത്തിരിക്കുകയാണ്. കാരണം ഭർത്താവും 2 മൂത്ത മക്കളും ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ പോയി. ഈ ഒരു കൊച്ചുമോളും ഉമ്മയും മാത്രം കെട്ടിപ്പിടിച്ച ഒരു വേരിൽ കുടുങ്ങി കിടന്നതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ആളുകൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. ആ ഉമ്മ എന്നോട് പറഞ്ഞത്, ഞങ്ങളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോവേനി മൂസക്കായെ, എന്നാൽ പിന്നെ ഇതൊന്നും കാണ്ടില്ലായിരുന്നല്ലോ എന്ന്. ഞാൻ രക്ഷപ്പെടുത്തിയില്ലേ, ഒരു മോളെയെങ്കിലും നിങ്ങൾക്ക് തന്നില്ലേ, അങ്ങനെയെങ്കിലും ചിന്തിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് മോള്, ആ കൊച്ചുമോളും എൻ്റെ ഒക്കത്ത് കയറി എൻ്റെ ചുവട്ടിൽ മൂസക്കായി അല്ലേ എന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് എന്ത് മൂസക്കായി? ആരൊക്കെയോ പറഞ്ഞു കൊടുത്തുള്ള അറിവാണ്. അല്ലാതെ ഈ 2.5 വയസ്സുള്ളൊരു മോളെ എൻ്റെ ചവിട്ടി കയറി എന്നെ മൂസക്കായി എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആ കുട്ടി ആ പ്രധാനമന്ത്രിയോട് കാണിച്ചതെല്ലാം എന്നോട് കാണിക്കുന്നു. എൻ്റെ മുടി പിടിച്ച് വലിക്കുന്നു, എൻ്റെ കണ്ണട പിടിച്ച് വലിക്കുന്നു, എനിക്ക് ഉമ്മ തരുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എന്നെ വിടുന്നില്ല അവിടെ നിന്ന്. എനിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ വീട്ടിലെല്ലാവരോടൊക്കെ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ കൂടി ഞാൻ വയനാട്ടിൽ പോയി. അന്ന് ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഈ ദുരന്തത്തിൽ സഹായിച്ച, രക്ഷപ്പെടുത്തിയ ഒരുപാട് ആളുകളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ്. അന്ന് എന്നെയും ഒരു അതിഥിയായിട്ട് വിളിച്ചിരുന്നു. അന്ന് ഈ മോളും ഉമ്മയും അവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു. നൈസമോൾ എന്നാണ് അവളുടെ പേര്. അവളെ എടുത്ത് ഞാൻ അവളെ എന്നെ കണ്ടപ്പോഴേക്ക് എൻ്റെ അടുത്ത് ഓടി വന്ന് എൻ്റെ മേലെ പാഞ്ഞ് കയറി. ഞാൻ അവളെയും കൊണ്ട് സ്റ്റേജിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഈ മോളെ ഞാനങ്ങോട്ട് എടുക്കുകയാണ്. എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഇനി അങ്ങോട്ട് തുടർന്നുള്ള വിദ്യാഭ്യാസം മുഴുവൻ ഞാനങ്ങോട്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. അത് ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഒപ്പം ഈ ഉമ്മയ്ക്ക് ഒരു ജോലി കിട്ടണം. അതിന് ഞാൻ ഒരു കൂട്ടരെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതും നടക്കും. വീട് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർ സേഫായി.
ഇപ്പം എനിക്കൊരു മോളുണ്ട് വയനാട്ടിൽ. ഇപ്പം എന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റില്ലല്ലോ. എന്നാലും ഈ മാസം ഞാൻ അവളുടെ അടുത്തൊന്ന് പോകുന്നുണ്ട്. ആ ദുരന്തത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മോളാണ് നൈസ മോള്. എനിക്ക് പിറക്കാതെ പോയൊരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ കഥയൊക്കെ പറയാൻ കാരണം, ഈ 2018 ദുരന്തം വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ഒരു പാട്ട് എഴുതി. പാട്ടല്ല, ഒരു കവിതയാണ്. ഈ കവിത നമ്മളെയൊക്കെ വല്ലാതെ മുറിവേൽപ്പിക്കും. ഈ കവിത കേൾക്കുമ്പോൾ നമ്മളൊക്കെ നമ്മളെ പഴയ കാലത്തേക്കൊന്ന് പോവും. അത്ര മനോഹരമായൊരു കവിതയാണ്. ഈ കവിത ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ട്. ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഗൾഫിലും കേരളം വിട്ട് പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കവിത. ഈ കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരാം. എല്ലാവരും നല്ല മനസ്സുകൊണ്ട് ഈ കവിത ആസ്വദിക്കുക, നല്ല കാതുകൊണ്ട് കേൾക്കുക, നല്ല കണ്ണുകൊണ്ട് എന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത ഇഷ്ടമാവും കേട്ടോ. നമ്മളൊക്കെ ഒരു 40 കൊല്ലം മുമ്പുള്ള നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. അന്നവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതിമാർ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. അന്നവിടെ മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാണോ? ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറുമൊരു കനവാണോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ,
വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ശരിക്കും ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം വല്ലാതെ മിസ് ചെയ്യും ഈ കവിത കേൾക്കുമ്പോൾ. എൻ്റെ വീട്ടിലൊക്കെ പണ്ടൊന്നും എൻ്റെ വീടിനടുത്തൊന്നും മതിലുകളില്ല, ചെടികളേ ഉള്ളൂ. ഇപ്പം എൻ്റെ അമ്മ എൻ്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു കഴിഞ്ഞാൽ ആ വിരുന്നുകാരനെ കൊലായിലിരുത്തിയിട്ട് എന്നോട് ഡാ ഇവിടെ നിൽക്കിട്ടോ എന്ന് പറയുന്ന അമ്മ അടുക്കള ഭാഗത്ത് കൂടെ ഒരു ഓട്ടമുണ്ട് അമ്മയ്ക്ക്. എങ്ങോട്ടാണ് ഓടുന്നത്? അടുത്ത വീട്ടിൽ ആമിനത്താത്തൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഇപ്പുറത്തെ മേരി ചേച്ചീൻ്റെ വീട്ടിലേക്ക്, എവിടേക്ക് വേണമെങ്കിലും അമ്മക്ക് ഓടാം. എന്തിനാ ഓടി ചെല്ലുന്നത്? വീട്ടിൽ പഞ്ചസാര ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചായപ്പൊടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പലഹാരമായിട്ട് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അവിടെ പോയിട്ട് അമ്മ അത് സംഘടിപ്പിച്ചിട്ട് ഓടി വന്ന് അടുക്കളയിലെത്തിട്ട് ഈ ഗ്ലാസ്സിലിങ്ങനെ സ്പൂണിട്ട് കലക്കണ ഒച്ച കേട്ടാൽ എനിക്ക് സമാധാനമാവും അമ്മ വന്നിക്കണ്. അതുവരെ ഈ വിരുന്നുകാരൻ എന്നോട് ഇങ്ങനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്, നന്നായിട്ട് പഠിക്കണ്ടോ, ഈ കുരുത്തക്കേടുണ്ടോ എനിക്ക് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഓടാൻ പറ്റുമായിരുന്നു. ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഓടാൻ പറ്റില്ല. എൻ്റെ അമ്മ ഓടിയാൽ അമ്മ മുഖം കുത്തി വീഴും. എല്ലാവരും മതിൽ കെട്ടി വേർതിരിച്ചു. പറമ്പുകൾ വലിയ മതിൽ വെച്ച് ഞങ്ങൾ ഈ വീട്ടിനകത്താണ്, ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ഒരു വലിയ ഗേറ്റും വെക്കും, ഗേറ്റിന് മുന്നിലൊരു ബോർഡും വെക്കും, പട്ടിയുണ്ട് സൂക്ഷിക്കണം. കഴിഞ്ഞു, ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിരുന്നോ, പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു, ഒരു വലിയ വീട്ടിൽ മക്കളൊക്കെ ദുബായിലൊക്കെയാണ്, ഒരു അമ്മ മാത്രമാണ് താമസിച്ചിരുന്നത്, വലിയൊരു വീട്ടിൽ. ഈ അമ്മ ആ വീട്ടിൽ കിടന്ന് മരിച്ച വിവരം ആരും അറിഞ്ഞില്ല അത്രേ. കാരണം അങ്ങോട്ട് ആർക്കും ചെല്ലാൻ പറ്റില്ല, ഇപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടിട്ടാണ്. 3-ാം ദിവസം ഒരു വൃത്തികെട്ട മണം ആ വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ആളുകളൊക്കെ മതിൽ ചാടിപ്പോയി ജനൽ തുറന്ന് നോക്കുമ്പോഴാണ് ഈ അമ്മ മരിച്ചു കിടക്കുന്നത് കണ്ടത്. പരസ്പര ബന്ധമില്ലാതായി. ആളുകളൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോയി. എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയായിട്ട് മാറി. ഒരച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളായിട്ട് മാറി. പഴയ കൂട്ടുകെട്ട് സമ്പ്രദായം ഇല്ലാതായി. പണ്ടൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? ഗുരുവായൂരപ്പനെ കാണാമെന്നുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ ഭാരതപ്പുഴ കാണാം. ഭാരതപ്പുഴയെക്കുറിച്ച് പത്രത്തിലും പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ. ഇപ്പോൾ കുറ്റിപ്പുറത്തി കഴിഞ്ഞാൽ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ ബസ് ഇങ്ങനെ പോകുമ്പം തല ഇങ്ങനെ പുറത്തേക്ക് എത്തിയിട്ട് ഞാൻ ആ ഭാരതപ്പുഴയെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കും. എന്നിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുക. ഇന്ന് ഭാരതപ്പുഴയുടെ മുകളിലൂടെ ബസ് പോകുമ്പോൾ സങ്കടമാണ്. പുഴയില്ല, അവിടെ മണൽ മാത്രമേ ഉള്ളൂ. എവിടെ പോയി? പ്രൗഢഗംഭീരമായിട്ട് ഒഴുകിയ ഭാരതപ്പുഴയ്ക്ക് എന്തു പറ്റി? പുഴകളൊക്കെ വറ്റി. മീനുകളൊക്കെ എവിടെ പോയി? മീനുകളും പോയി. ഇപ്പം ഞാൻ കോവൂര് താമസിക്കുന്നു. ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 കിലോമീറ്റർ നടക്കണം. ഈ 1 കിലോമീറ്റർ നടക്കുമ്പോൾ ചെമ്മൺ പാതയാണ്, മണ്ണിട്ട റോഡ്, 2 ഭാഗത്തും വയലുകളാണ്. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വയലങ്ങോട്ട് നിറഞ്ഞ് റോട്ടിലൊക്കെ വെള്ളം, ഇത്രയ്ക്ക് വെള്ളം ഉണ്ടാവും. ഈ വെള്ളത്തിൽ കൂടിയാണ് സ്കൂൾ വിട്ടിട്ട് ഈ പെട്ടിയൊക്കെ തലയിൽ വെച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തുക. മനോഹരമായൊരു കാലമായിരുന്നു. നിറയെ മീനുകളും കൊക്കും പൊന്മാനും ഒക്കെ ആയിട്ടുള്ള വല്ലാത്തൊരു കാലം. ഇന്ന് ആ വയലുകളൊക്കെ മണ്ണിട്ട് നികത്തി അവിടെയൊക്കെ ഫ്ലാറ്റുകൾ വന്നു. ആ ചെമ്മൺ പാത വലിയ തിരക്കുള്ള പാതയായിട്ട് മാറി. നാട് വല്ലാതെ മാറിപ്പോയി. എല്ലാ രീതിയിലും മാറ്റം വന്നു. പണ്ടൊക്കെ ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കിണറേ കുഴിക്കാറുണ്ടായിരുന്നുള്ളൂ. കിണർ കുഴിക്കാന്ന് പറഞ്ഞാൽ എന്താ? ചില സ്ഥലം 10 അടി കുഴിക്കുമ്പോഴേക്ക് വെള്ളം കാണും, ചില സമയത്ത് ഒരു 15, അതല്ലെങ്കിൽ 20, അതിനപ്പുറത്തേക്ക് കിണറ്റിന് ആഴുണ്ടാവില്ല, അപ്പോഴേക്ക് വെള്ളം കാണും. ഇപ്പം കാലം മാറി. ഇപ്പം കിണർ ആരും കുഴിക്കില്ല, കുഴൽ കിണറാണ് കുഴിക്കുക. ഈ കുഴൽ കിണർ കുഴിക്കണത് എങ്ങനെയാണ്? ഇരുമ്പിൻ്റെ വലിയൊരു ദണ്ട് ഒരു മിഷൻ്റെ മേലെ, അതിങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കുത്തി 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 അവസാനം അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയിട്ട് ഇടിക്കും. ഇങ്ങനെ 10-40 അടിയൊക്കെ താഴ്ച ചെന്നിട്ട്. ഭൂമി നമ്മുടെ അമ്മയല്ലേ? ഈ അമ്മയുടെ അടിത്തട്ടിലൊക്കെ ഗർഭപാത്രത്തിലൊക്കെ പോയിട്ട്
ഇങ്ങനെ കുത്തുമ്പം അമ്മയ്ക്ക് തോന്നുമ്പോൾ ഒന്ന് ഇളകണമെന്ന്. അമ്മയൊന്ന് ഇളകും, അത് ഭൂമികുലുക്കമായിട്ട് മാറും. മലമുകളിൽ മലയൊക്കെ ഇങ്ങനെ കാണാനുള്ളതാണ്. ദൂരെ നിന്ന് അതാണ് മല, എന്ത് മനോഹരമാണ് മല എന്ന് പറയേണ്ടതാണ്. മലമുകളിൽ പോയി വീട് വെക്കാൻ പാടില്ല, മലമുകളിൽ ഹോട്ടലുകൾ പണിയാൻ പാടില്ല, മലയുടെ താഴ്വാരത്ത് താമസിക്കരുത് എന്നൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട്. വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ മലയൊക്കെ പോയി കച്ചവടമാക്കി അവിടെ റിസോർട്ട് പണിയുന്നു, അങ്ങോട്ട് റോഡുണ്ടാക്കുന്നു, അതിൻ്റെ താഴത്ത് അതിൻ്റെ ആളുകൾ താമസിക്കുന്നു. അവസാനം ഒരു ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അങ്ങോട്ട് പോകുന്നു. മനുഷ്യൻ്റെ ആർത്തിയാണ് ഇങ്ങനെയുള്ള പല ദുരന്തങ്ങളുടെ പിന്നിലും. ഇനി അങ്ങോട്ടും വരാനിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ കാരണം തന്നെ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇനി നമ്മുടെ നാട്ടിലുണ്ടാവാൻ പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. പ്രാർത്ഥിക്കാം. കലികാലമാണ്, പക്ഷേ എന്നാലും മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായിട്ട് നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. എത്ര കാലം ഒരു കുമിള പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. ആ കുമിള ഇങ്ങനെ പാറി പെട്ടെന്ന് അതുകൊണ്ട് പൊട്ടും. അതുപോലൊരു പൊട്ടൽ വന്നാൽ തീർന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഈ കാലത്തിനിടയിൽ നമുക്ക് തെറ്റാനും പിടിക്കാനും ഒന്നുമില്ല, ആരോടും ദേഷ്യപ്പെടാനുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം കൊടുക്കുക, വാങ്ങുക. ഇപ്പം എന്തൊരു സുഖം ഉണ്ടാവും അല്ലേ? ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാവട്ടെ. എന്നും ഈ കെയർ ഹോമിൽ നിൽക്കേണ്ടവരല്ല നിങ്ങൾ. അസുഖം മാറി നിങ്ങളുടെ വീട്ടിൽ തന്നെ പോയി നല്ല കാലാവസ്ഥയിൽ അവിടെ താമസിക്കേണ്ടവരാണ്. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളോടെ ഇവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് നല്ല അറിവുണ്ട്, മതിപ്പുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലേറെ നന്മയുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ആ ഉറപ്പ് തരുന്നത്. അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇനി കൂടുതൽ നേരം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ 5 മണിക്ക് പരിപാടിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. ഞാനിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും അവർ വണ്ടി വിടും. ആ വണ്ടിയിൽ കയറി എനിക്ക് കോഴിക്കോട്ടേക്ക് പോകണം. ബീച്ചിലാണ് പരിപാടി നടക്കുന്നത്. ഇപ്പം എന്തായാലും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചാലും ഇത്ര നേരം നിങ്ങളുടെ കൂടെയൊക്കെ ചിലവഴിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറേ കഥകൾ പറഞ്ഞു, കുറേ പാട്ടുകൾ കേട്ടു, കുറേ എൻ്റെ അനുഭവങ്ങൾ കേട്ടു. ഒക്കെ മനസ്സിലുണ്ടാവട്ടെ. ഇനിയും സമയം കിട്ടുമ്പം ഞാനിവിടെ വരും. നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുക, നിങ്ങളുടെ മനസ്സിലേക്കൊരു എന്നെപ്പോലുള്ള ഒരാളുടെ എന്താ പറയുക, ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് എനിക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ വരുന്നത്. അപ്പം എല്ലാവർക്കും ഇനിയിപ്പോൾ ക്രിസ്മസാണ് വരാൻ പോകുന്നത്. ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതിനുശേഷം പുതിയൊരു വർഷം പിറക്കാൻ പോവുകയാണ്, ന്യൂ ഇയർ. അതിനും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് രോഗമുക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.